മെഡിക്കൽ കോളേജിൽ പോകുന്ന ഒരു വീഡിയോ ഇട്ടത് 2024 നല്ല നീറ്റ് സ്കോർ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നീറ്റ് എക്സാമിന് ക്വാളിഫൈ ആവാത്തവരാണ് MBBS അബ്രോഡ് ചൂസ് ചെയ്യുന്നത്. നീറ്റ് 2026 ഈ ഒരു വർഷത്തേക്ക് തന്നെ ലോക്ക് ആക്കുന്ന ഒരു രീതിക്കുള്ള ഒരു തരം പ്രഷർ കുക്കറിൽ ഇട്ട പോലത്തെ മനുഷ്യന്മാർക്ക് മനസ്സിലാവും അത്ര പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ എൻ്റെ ഈ സമയം എന്തിനാ ഒരാൾ ഇത്രക്കൊരു സാധനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇത് കേട്ടിച്ച് കുറേ ആയില്ലേ? ഇത് പറഞ്ഞിട്ട് ഞാനും കുറേ ആയി. ലാസ്റ്റ് 8 ഫെബ്രുവരി 2025 ആ ദിവസമാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുന്ന ഒരു വീഡിയോ ഇട്ടത്. നോർമൽ കോളേജ് റൂട്ടീൻ, മറ്റേ ലൈഫ് ലേറ്റ്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. അതിനുശേഷം പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തല്ലേ, ഒരു വർഷം ആ ഒരു കംപ്ലീറ്റ് ഗ്യാപ്പ് ഞാൻ എടുത്ത്. അതിൻ്റെതായ റീസൺസ് ഉണ്ട്. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ സംസാരിക്കുന്നത്, പൊതുവേ ഇപ്പോൾ വോയിസ് ഓവർ അല്ലേ ചെയ്യൽ, അതുകൊണ്ട് അതിൻ്റെതായ ഒരു ടെൻഷനും ഇൻസെക്യൂരിറ്റിയും എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ശീലമായിരിക്കും, നോക്കാം. ഞാൻ ആരാണ്? പുതുതായിട്ട് കാണുന്നവർക്ക് ഞാൻ ആരാന്നറിയില്ലല്ലോ. സോ ഒരു സെൽഫ് ഇൻട്രോ നമുക്ക് പറയാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം സേതുലക്ഷ്മി നിഖിലേഷ്, തേർഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ് അറ്റ് അവസന്ന തജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ദുഷാൻബെ, തജിക്കിസ്ഥാൻ. ആദ്യമായിട്ട് അത് ഒരു ഇൻട്രോ ഇത്ര വൃത്തിക്ക് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നേ വരെ നമ്മുടെ വീഡിയോസിലൊന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. സോ എന്താണ് ഈ വീഡിയോയിലുള്ളത്? വെറുതെ സമയം കളയുന്നില്ലേ, എന്താ ചെയ്യുക? സോ വാട്ട്സ് ഇൻ ദിസ് വീഡിയോ? തംബ്നെയിൽ കണ്ട പോലെ തന്നെ നീറ്റ് 2026 കുറിച്ചുള്ള വിശേഷങ്ങൾ, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങളെ കമൻറ്റുകൾ, അതുകൂടാതെ ഞാൻ എവിടെ പോയി, വൈ MBBS അബ്രോഡ്, ഇതെല്ലാം തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പേര് മനസ്സിലായല്ലോ, സേതുലക്ഷ്മി. നാട് എവിടെയാ? കണ്ണൂരാണ്. അധികം കണ്ണൂർ ഭാഷ ഞാൻ എടുക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഒന്നും കണ്ണൂർ ഭാഷ മനസ്സിലാകുന്നില്ല. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഫുള്ളി കണ്ണൂർ ഭാഷയിൽ പറയാത്തത്. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ നടുക്ക് കയറി വരും. അതുകൊണ്ട് അത് നിങ്ങൾ ക്ഷമിക്കണം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. 2024 ആണ് ഞാൻ എഴുതിയത്. എൻ്റെ മുന്നേ ഉള്ള പാസ്റ്റിൽ എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ. യുക്രൈനിൽ പോയി അവിടെ നിന്ന് തിരിച്ച് വന്ന് 2 വർഷം ഡിപ്രഷൻ, എല്ലാവർക്കും എല്ലാം അറിയണ്ടാവും. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ. അത് അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പോയി കണ്ടോക്ക്. അതാണ് എൻ്റെ പാസ്റ്റ്. സോ അതിന് ശേഷമാണ് ഞാൻ നീറ്റ് 2024 കൊടുത്തത്. അപ്പോൾ അതിന് എനിക്ക് 608 മാർക്സ് ഉണ്ടായിരുന്നു. വൈ MBBS അബ്രോഡ് ആഫ്റ്റർ ദിസ് മാർക്ക്? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു ഉത്തരം പറയാം. നീറ്റ് 2024 നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എങ്ങനെയായിരുന്നു? അതിനും ഇതുപോലെ തന്നെ പേപ്പർ ലീക്കും അതും ഇതും കുറേ ഇഷ്യൂ എല്ലാം ഉണ്ടായിരുന്നു അന്നത്തെ വർഷവും. പിന്നെ എന്താ സംഭവിച്ചത് വെച്ചാൽ ഓൾറെഡി നല്ല ലേറ്റായി. എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മൾ എഴുതി അതിൻ്റെ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്ത് എല്ലാം ഇതാകുമ്പോഴത്തേക്ക് ലേറ്റായി. പിന്നെ ഈ 2-3 വർഷം ആകെ മൊത്തം പ്രഷർ കുക്കറിൽ ഇട്ട പോലത്തെ മനുഷ്യന്മാർക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സിനും മനസ്സിലാവും അവരുടെ കണ്ടീഷൻ. കൂടുതലുള്ള എല്ലാവരും പഠിച്ചിറങ്ങുന്നത്, നമ്മൾ മാത്രം എവിടെ എത്താണ്ട് ഇങ്ങനെ ഒരുമാതിരി സ്റ്റക്കായി നിൽക്കുന്ന ലൈഫിൽ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു അവസാനത്തെ കച്ചിത്തുരുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കയറി പോവും. അതങ്ങനെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇനിയിപ്പോൾ ഈ മാർക്ക് വെച്ചും കിട്ടില്ല, പ്രൈവറ്റ് ആണോ, ലാസ്റ്റ് ടൈം വരെ വെയിറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ അതങ്ങോട്ടേക്ക് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ MBBS അബ്രോഡ് ചൂസ് ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവർക്കും ഉള്ള ഒരു ചിന്തയായിരിക്കും, MBBS അബ്രോഡ് പോയ സ്റ്റുഡൻസ് അധികം മാർക്കില്ലാത്തവരാണ്, മെയിൻലി നീറ്റ് എക്സാമിന് ക്വാളിഫൈ ആവാത്തവരാണ് MBBS അബ്രോഡ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾ കാണാത്ത കാര്യം നിങ്ങൾ ഒരിക്കലും അങ്ങനെ അസ്യൂം ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ 2 സ്ഥലത്ത് പഠിച്ച ഒരാളാണ് ഞാൻ. യുക്രൈനിൽ ഞാൻ പോയിട്ടുണ്ട്, ഇപ്പം ഞാൻ പഠിക്കുന്ന തജിക്കിസ്ഥാനിലെ കാര്യം എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റും നല്ലപോലെ. അതുകൊണ്ട് ഞാൻ പറയാണ്, ദി വേ ഓഫ് ടീച്ചിങ് ഇസ് ടോട്ടലി ഗുഡ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഒരു എക്സ്പോഷർ അല്ല നമുക്കത് കിട്ടുക. അത് എന്തായാലും എല്ലാവർക്കും അറിയാമല്ലോ, വേറൊരു സ്ഥലം, വേറെ ആൾക്കാർ. അപ്പോൾ ആ ഒരു ക്ലിനിക്കൽ എക്സ്പോഷർ അത്ര കിട്ടില്ലെങ്കിലും പഠിപ്പിക്കലെല്ലാം ടോപ്പാണ്. വൈ തജിക്കിസ്ഥാൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അതൊന്നുമില്ല. എന്താ വെച്ചാൽ ഒത്തിരി എക്സ്പോനും കാര്യത്തിനൊക്കെ പോയി. അപ്പോൾ കൂട്ടത്തിൽ നല്ലൊരു കോളേജും എല്ലാ അക്രിഡേഷനും ഉള്ളത്, അത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി MBBS അബ്രോഡ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളെ കോളേജിനെ പറ്റി, നിങ്ങൾ ആ സ്ഥലം, നാടിൻ്റെ ഭംഗി, അതൊന്നും അല്ല നോക്കേണ്ടത്. ആ കോളേജിന് ഗുണമുണ്ടോ, ആ കോളേജിന് നമ്മളെ നാട്ടിലെ NNCDയും അവരുടെയൊക്കെ അക്രിഡേഷൻസ് ഒക്കെ ഉണ്ടോ,
അതെല്ലാം ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നാടിൻ്റെ ഭംഗി, കോളേജിൻ്റെ ഭംഗി, ആ ഇൻഫ്രാസ്ട്രക്ചർ അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അത് വാലിഡ് ആണോ അല്ലയോ, 6 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ ഇതിനെക്കൊണ്ട് കാര്യമുണ്ടോ ഇല്ലയോ, അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഓഫ് കോഴ്സ് സേഫ്റ്റി, അതൊരു വലിയ കാര്യമാണ്. നമ്മളെ പോലത്തെ കുട്ടിയൊക്കെ അവിടെ പോയി പഠിച്ച് വരാനുള്ള സേഫ്റ്റി ഉണ്ടോ, പിന്നെ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ, ഇതെല്ലാം നമ്മൾ മെയിൻലി ആദ്യം ചിന്തിക്കേണ്ട കാര്യങ്ങൾ. അതിനുശേഷം മാത്രമേ ഭംഗിക്ക് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നാട്ടിൽ വേറെ കോഴ്സുകൾ കിട്ടുമായിരുന്നല്ലോ, BDS ഉണ്ട്, BHMS ഉണ്ട്, ആയുർവേദ ഉണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ചൂസ് ചെയ്തില്ല എന്നുള്ളത്. അത് സിമ്പിളാണ്. എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് MBBS ആണ്. അതിപ്പോൾ യുക്രൈനിൽ പോയി അവിടുന്ന്, അത് ഞാൻ 12th കഴിഞ്ഞിട്ട് ഡയറക്റ്റ് പോയതാണ്. അങ്ങനെ പോയിട്ട് നാട്ടിൽ വന്ന് എന്നിട്ടും തകർന്നടിഞ്ഞ് വീണ്ടും രണ്ടാമത് ഞാൻ ഇതിന്, അതും എബ്രോഡേക്ക് തന്നെ പോകണമെങ്കിൽ നിങ്ങൾ എൻ്റെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിക്കണം. ഞാൻ ഇതിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. എനിക്കിതൊരു പാഷൻ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വേണം എന്നുള്ള ഒരു രീതിക്ക് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? അതൊരിക്കലും സിമ്പിളല്ല. ഈ നീറ്റ് പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന പ്രഷർ ചില്ലറയൊന്നുമല്ല. അതിപ്പോൾ എത്ര പഠിക്കുന്ന കുട്ടിക്കായാലും എത്ര പഠിക്കാത്ത കുട്ടിക്കായാലും ഈക്വലാണ്. കാരണം വെച്ചാൽ നമുക്കൊരു എയിമുണ്ട്, നമുക്ക് ഈ എക്സാം എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മളെ ഫുൾ എഫേർട്ട് ഇടുന്നുണ്ട്. ഇത്രയും മാസങ്ങൾ രാവിലെയും രാത്രിയും ഒരു ടൈം നോക്കാണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇടയ്ക്ക് തോന്നും ഇതെല്ലാം ഇട്ടെറിഞ്ഞ് പോകാം, മതിയായി. എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് വിചാരിച്ചിട്ട് മതി, എനിക്കിനി പറ്റില്ല, അത്രയ്ക്ക് പ്രഷറായി. എന്തിനാ ഒരാൾ ഇത്രയ്ക്കൊരു സാധനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നുള്ളതൊക്കെ എനിക്കും തോന്നിയിട്ടില്ല. ഞാനൊരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സീനായിരുന്നു. ചില ദിവസങ്ങളൊക്കെ ആകെ മൊത്തം അങ്ങ് ഇട്ടെറിഞ്ഞു പോകും. പക്ഷേ പിന്നീട് നമ്മളായിട്ട് ഇതിനെ ചൂസ് ചെയ്തതാണ്. ആരും നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടല്ല, നമ്മളെ ഇഷ്ടപ്രകാരം നമ്മൾ ചൂസ് ചെയ്തൊരു പാത്താണ്. ഇനിയൊരു 5 to 6 months നമ്മൾ കുറച്ചുകൂടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മേ ബി നല്ലൊരു റിസൾട്ട് ഉണ്ടാവാം, നമുക്ക് ലൈഫിൽ കുറച്ചുകൂടി സെറ്റിൽ ആവാൻ പറ്റും. ആ ഒരു ഒറ്റ തോട്ട് കൊണ്ടാണ് നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നത്. ആർക്കും പ്രഷറില്ല, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് കൊണ്ടുപോകുന്നതെന്ന് ആരും വിചാരിക്കണ്ട. ഇത് വല്ലാത്തൊരു തലവേദന പിടിച്ച പരിപാടിയാണ്. അവിടെ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ കുറവാണ്, പഠിക്കാത്ത കുട്ടികളാണ് പോകുന്നത്, നീറ്റ് ക്വാളിഫൈയേ ചെയ്യാത്ത കുട്ടികളാണ് പോകുന്നത്. അങ്ങനെ പോകുന്നവരുണ്ട്. അങ്ങനെ ഏതൊക്കെയോ യൂണിവേഴ്സിറ്റിയിൽ, ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാണ്ട് എത്ര സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ കോളേജസ് ഉണ്ട്, എത്ര രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, എത്ര പേര് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ അവരുടെ കാര്യമല്ല, മെയിൻലി ഞാൻ കണ്ട എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെയും എൻ്റെ ബാച്ചിലെ കുട്ടികളെയും കാര്യമാണ് ഞാൻ പറയുന്നത്. അത്രയും കോമ്പറ്റീഷനാണ്. പിള്ളേരെല്ലാം എന്ത് നന്നായിട്ട് പഠിക്കുന്നതെന്നറിയോ, അത്രയും കോമ്പറ്റീഷൻ. ഒരു എക്സാം, ഇപ്പം സെം എക്സാം വരുമ്പോൾ എല്ലാം മാർക്കൊക്കെ കാണേണ്ടതാണ്. 70% അബവിലുള്ള എത്ര പേരുണ്ടറിയാം? നിങ്ങളൊന്ന് ആലോചിക്കണം. MBBSൻ്റെ സെം എക്സാമിന് അതിൻ്റെ മാർക്കാണ് ഈ പറയുന്നത്. ഞാൻ മോർ ദൻ 70%. പാസ്സാവാൻ തന്നെ കഷ്ടപ്പെടുന്ന സമയത്ത് മോർ ദൻ 70% വാങ്ങുന്ന എത്ര കുട്ടികളുണ്ടെന്നറിയോ? MBBS അബ്രോഡിൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അത് വേറെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. യുക്രൈനിൽ പഠിച്ചൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് ഫിലിപ്പൈൻസ്, ബൾഗേറിയ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ എല്ലാവരുടെയും എനിക്കൊരു കണക്ഷനുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വെച്ച് നോക്കുമ്പം എനിക്ക് കുറച്ചുകൂടി ബെറ്റർ എൻ്റെ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇപ്പം നമ്മളെ നാട്ടിലൊരു ബാച്ചിൽ 150-200 സ്റ്റുഡൻസ് അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മളവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബാച്ചിൽ, ഇപ്പോൾ എൻ്റെ ബാച്ചിൽ 130 സ്റ്റുഡൻസ് ഉണ്ട്. കംപ്ലീറ്റ്ലി എൻ്റെ ആ ഇയർ ഫുൾ എടുക്കുകയാണെങ്കിൽ 130 സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ക്ലാസ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യും. എൻ്റെ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. എൻ്റെ ഗ്രൂപ്പിൽ 18 സ്റ്റുഡൻസേ ഉള്ളൂ. 18 കുട്ടികൾക്കാണ് ഒരു ടീച്ചർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് എത്രയാണ് ടീച്ചേഴ്സായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന്. പിന്നെ ലെക്ചറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ലെക്ചറിന് എല്ലാവരും ഒന്നിച്ച് തന്നെ ഇരിക്കുക. അല്ലാണ്ട് നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്. പിന്നെ MBBS അബ്രോഡ് പറഞ്ഞിട്ട് അവിടുന്ന് കളിച്ച് ചിരിച്ച് നടക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ബിക്കോസ് എവ്രി ഡേ പഠിക്കണം. എവ്രി ഡേ പ്രാക്ടിക്കൽ ക്ലാസ്സും ഉണ്ട്, ലെക്ചർ ക്ലാസ്സും ഉണ്ട്. രണ്ടും രണ്ടാണ്. ലെക്ചറിന് എല്ലാവരും ഒന്നിച്ചിരിക്കും, മാം ക്ലാസ് എടുക്കും, അല്ലെ സാറ് ക്ലാസ് എടുക്കും, ഇറ്റ്സ് ഓക്കെ. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്. അതായത് ഈ 18 കുട്ടികൾ മാത്രം ഓരോ ക്ലാസ്സിലുള്ള ക്ലാസ്. അതിന് നമ്മൾ അങ്ങോട്ട് ആൻസർ പറയണം. അവർക്ക് എന്തും ചോദിക്കാം, നമ്മുടെ ആ സബ്ജക്റ്റ് ടീച്ചറിന് എന്തും ചോദിക്കാം. നമ്മൾ അന്ന് ആൻസർ പറഞ്ഞില്ലെങ്കിൽ നമുക്കന്ന് മാർക്കില്ല. ഓരോ ദിവസത്തെയും മാർക്ക്, ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് ഓരോ ദിവസം കയറും. അങ്ങനെ അതൊരു 50 above ആയാൽ മാത്രമേ, അതായത് ഈ ചെറിയ മാസം കൊണ്ട് അത് 50 above ആയാൽ മാത്രമേ നമുക്ക് സെം എക്സാം എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. MBBS അബ്രോഡിന് നമുക്ക് കളിച്ച് ചിരിച്ച് നടക്കാനുള്ള ഒരു പരിപാടിയും നടക്കില്ല. അത്രയ്ക്ക് പ്രശ്നമാണ്. ഞാൻ സീരിയസ്ലി പറയാം.
പിന്നെ അറ്റൻഡൻസ് ഞാൻ പറയുന്നില്ല, അത്ര പ്രശ്നമാണ്. നമുക്കില്ലേ ഒരു എന്താ പറയുക, ഒരു തണുപ്പ് വന്ന് അല്ലെങ്കിൽ ഒരു പനി വന്ന് ഇവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ലീവ് എടുത്തോ പറയും. പക്ഷേ ആ ലീവ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സെം എക്സാമിനെ വരെ ബാധിക്കുന്നുള്ള അവസ്ഥയാണ്. അറ്റൻഡൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ വെറുതെ പറയല്ല. ഞാൻ കഴിഞ്ഞ എൻ്റെ ഈ സെമ്മിൽ എനിക്ക് അത്രയും കഴിയാത്തതുകൊണ്ട് ഞാൻ 2 ലീവ് എടുത്ത്. എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ 2 ലീവ് അറിയാണ്ട് എടുത്തുപോയി. എനിക്ക് പറ്റുന്നില്ല, ക്ലാസ്സിൽ പോയി ഇരിക്കാൻ പറ്റണ്ടേ. ഞാൻ സെം എക്സാം എഴുതിയത് എൻ്റെ ഡീൻ ഓഫീസിൽ പോയിട്ട് ഡീനിനെ കണ്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ കിട്ടിയിട്ടാണ് ഞാൻ സെം എക്സാം എഴുതാൻ പോയിന്. സമ്മതിച്ചില്ല എന്നെ എഴുതാൻ, 2 ലീവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു സബ്ജക്റ്റിന് നമുക്ക് 2 ലീവേ മാക്സിമം ആവാൻ പറ്റുള്ളൂ. 3ാമത്തെ ലീവ് ആകുമ്പോഴത്തേക്കും ID ബ്ലോക്ക് ആവും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ക്ലാസ്സിൽ പോകണം, റൂമിൽ ഇരുന്നിട്ടുള്ള ഒരു പരിപാടിയും നടക്കില്ല. അറ്റൻഡൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞില്ല കേട്ടോ, പക്ഷേ നൈസ് സംഭവമാണ്. കാരണം അവിടെ സർവൈവ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിറ്റ് ഡിഫിക്കൾട്ട്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നമ്മൾ പുതിയൊരു സ്ഥലത്താണ് പോകുന്നത് അല്ലേ. പുതിയൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് പുതിയ ആൾക്കാർ, പല സ്ഥലത്തു നിന്നുള്ള കുട്ടികൾ നമ്മൾ വീട് വിട്ട് നിൽക്കുകയാണ്. വേണമെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല. ചെറിയ ദൂരമെല്ലാണെങ്കിൽ നമുക്കൊരു ബസ് കയറിയാൽ പോകാൻ പറ്റും. ഇത് നമുക്ക് അങ്ങനെ ഈസിലി നമുക്ക് നാട്ടിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു സംഭവം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ്. നിങ്ങളെല്ലാവരും എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ. കാരണം ഇതിൻ്റെ അകത്ത് വന്ന കമൻസ് ചില്ലറയൊന്നുമല്ല. എത്രയോ കമൻറ്റ് നിങ്ങൾ എന്നെ കാണാനായിട്ട് ഇതെവിടെയാണ് എന്താന്നുള്ള രീതിക്ക് ഞാൻ കാണിച്ചുതരാം. ഞാൻ പറഞ്ഞില്ല, 1 വർഷം ഞാൻ ബ്രേക്ക് എടുത്തു. അതിന് ശേഷം ഞാൻ ഈ യൂട്യൂബ് സ്റ്റുഡിയോ എന്ത് ചെയ്തെന്ന് അറിയോ, ഹൈഡിലിട്ട് വെച്ച്. അവസ്ഥ അതായിപ്പോയി. അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കരുത്. ഇനി അങ്ങനെ ചെയ്യൂല കേട്ടോ. എന്നിട്ട് ഞാനിതിപ്പം ഈ നാട്ടിൽ വന്നിട്ടാണ് ഞാനിത് എടുത്തത്. ഇപ്പോൾ സെം ബ്രേക്കാണ്. അപ്പോൾ നാട്ടിൽ വന്നിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്തത്. അന്നേരം എൻ്റെ കുറേ മെസ്സേജ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, സങ്കടമായി. എൻ്റെ വീഡിയോ ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വരെ വിഷമമായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കാണിച്ചതാണ് ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ്. ഞാനിത് കണ്ടിട്ട് അങ്ങ് വല്ലാണ്ടായി. എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ കാണാനല്ലേ, ഇതാ ഇത്രയാ നോക്ക്. ഒന്നിനും ഞാൻ റിപ്ലൈ തന്നിട്ടില്ല. എന്ത് കുട്ടിയാണല്ലേ, എനിക്കറിയാം. പക്ഷേങ്കിൽ പറ്റിപ്പോയി. നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. ഇനി ഇങ്ങനെ ഉണ്ടാവാതെ ഞാൻ ശ്രമിക്കാം. ഇനി അങ്ങോട്ടേക്ക് നല്ല നല്ല വീഡിയോസ് എല്ലാം ഇടാം. പിന്നെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പല ക്വസ്റ്റ്യൻസും ഉണ്ടാവും. കുറേ പേരുടെ ഇതിൻ്റെ അകത്ത് കണ്ടത് എന്താ വെച്ചാൽ, സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരുമോ, കെമിസ്ട്രി എങ്ങനെയാണ് ഹാക്ക്, ഫിസിക്സ് എങ്ങനെയാണ് പഠിച്ചത്, ഫിസിക്സിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെ ഈസി ആയത്, ഇങ്ങനെയുള്ള കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നീറ്റിനെ പറ്റിയിട്ട്, നീറ്റിന് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ, ഇനി അങ്ങനെയല്ല അബ്രോഡ് MBBS ചൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ, ഇനി അതുമല്ല നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പഠിക്കാം, നാട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പാണ്. അപ്പോൾ എന്തെങ്കിലും ഇനി എന്താണ് കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽസ്, ഇങ്ങനത്തെ എന്ത് വീഡിയോ ആണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ സംശയങ്ങളാണ് നിങ്ങൾക്കുള്ളതെല്ലാം ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. എന്നാൽ ഞാൻ എല്ലാം ഇരുന്ന് വായിച്ചിരിക്കും. ഞാൻ വാക്ക് തരുന്നു, എന്തായാലും ഞാൻ വായിച്ചിരിക്കും. എല്ലാ വീഡിയോയും നോക്കിയിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പക്ഷേ ഞാൻ എല്ലാവർക്കും മെസ്സേജിന് റിപ്ലൈ തരലുണ്ട്. എൻ്റെ മുന്നേയുള്ള വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ഞാൻ എല്ലാത്തിനും ഇരുന്ന് റിപ്ലൈ തരുന്ന ആളാണ് അല്ലേ. ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക അങ്ങനെയുള്ളത്. ഞാനിപ്പം എങ്ങനെയാണ് നാട്ടിൽ വന്നത്. ഓക്കെ, ഞങ്ങൾക്ക് അവിടെ 2 സെമ്മാണ്. ഒരു ഇയറിൽ 2 സെമ്മാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഞങ്ങൾക്കും അതെ, ഒരു ഇയറിൽ 2 സെമ്മാണ്. ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞത് ഡിസംബർ ജാനുവരി ആ ഒരു ടൈമിൽ, പിന്നെയുള്ളത് മെയ് ലാസ്റ്റാണ് കഴിഞ്ഞത്. ഇപ്പോൾ എനിക്ക് സെം ബ്രേക്കാണ്, 3 മാസത്തോളം ഉണ്ട്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് ലാസ്റ്റ് ഞാൻ പോകും. ജൂൺ ഫസ്റ്റ് വീക്കാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ ഒരു സമയം എനിക്ക് വെക്കേഷൻ ടൈമാണ്. വേണമെന്ന് വെച്ചാൽ കുറേ കൂട്ടർ ഹോസ്പിറ്റലിൽ കയറുന്നുണ്ട്. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്താണ്, നമുക്ക് എത്ര ക്ലിനിക്കൽ എക്സ്പോഷർ ഞാൻ പറഞ്ഞല്ലോ കിട്ടലില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ കയറാം. ഇവിടെ നാട്ടിൽ വന്നതിന് അങ്ങനെ കയറുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ കൂടെ തന്നെയുള്ള കുറേ പേര് കയറിയിട്ടുണ്ട്. ഞാൻ ഇപ്രാവശ്യം കയറിയിട്ടില്ല, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ഇയർ കയറാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വെക്കേഷനാണ്. ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഫ്രീ ആണ്. എന്ന് വെച്ചാൽ പഠിക്കുന്നില്ല എന്നല്ല, അത്യാവശ്യം പഠിക്കുന്നെല്ലാം ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കൊരു സ്റ്റഡി വ്ളോഗ്സും പിന്നെ
പിന്നെ ഇപ്പം ഞാൻ എടുത്ത ഷോർട്സിൽ യൂട്യൂബ് ഷോർട്സിൽ പലതും ഞാൻ എടുത്തിടുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, വീട്ടിൽ വെക്കേഷൻ ആയതുകൊണ്ടാണ് അങ്ങനത്തെ കുറേ വീഡിയോസ് ഇടുന്നത്. ദാറ്റ് ഡസൻ മീൻ ഞാൻ മെഡിസിൻ റിലേറ്റഡ് വീഡിയോസ് ഒഴിവാക്കി, അല്ലെങ്കിൽ ഞാൻ സ്റ്റഡി വ്ളോഗ്സ് ഇനി ചെയ്യില്ല, അങ്ങനെയൊന്നുമല്ല കേട്ടോ. എൻ്റെ മെയിൻ കണ്ടൻറ്റ്, എൻ്റെ മെയിൻ യൂട്യൂബിൻ്റെ ചാനൽ തന്നെ നമുക്ക് ഈ സ്റ്റഡി വ്ളോഗ്സും നമ്മളെ കോളേജ് വിശേഷങ്ങളും ഇതൊക്കെ തന്നെയാണ് നമ്മളെ മെയിൻ കണ്ടൻറ്റ്. സോ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു രീതിക്ക് വീഡിയോസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നെസസറി ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ കുറേ ആയി ഇത് എടുക്കണം എന്ന് വിചാരിക്കുന്നത്, ബട്ട് അങ്ങ് ശരിയാകുന്നില്ല. ആദ്യമായിട്ടല്ല ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതന്നെ എനിക്ക് ഞാൻ അമ്മേൻ്റെ അടുത്ത് കുറേ ചോദിച്ചു, അമ്മ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും, ആരെങ്കിലും വീഡിയോ കാണുമോ? കാരണം എന്താ വെച്ചാൽ പറയുന്നത് കാര്യങ്ങളാണല്ലോ, പക്ഷേ ആൾക്കാർക്ക് കേൾക്കാനുള്ള ഒരു മനസ്സ് വേണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയെല്ലാം കാണും ആൾക്കാർ. ഇനിയിപ്പോൾ ഏതായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്താലും അറിയാമല്ലോ കാണുമില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. ഐ എം വെരി സോറി, വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ നിർത്തൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് വിചാരിക്കല്ലേ. പിന്നെ ഇനി ഈ ചാനലിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ളതാണ്. മെയിൻലി തന്നെ നമ്മുടെ സ്റ്റഡി വ്ളോഗ്സ് ഉണ്ടാവും, കോളേജ് വിശേഷങ്ങളുണ്ടാവും. അല്ലാണ്ട് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എൻ്റെ അൽക്കുത്ത് പരിപാടികൾ മൊത്തം ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തിടുന്നതായിരിക്കും. ഒന്നും വിചാരിക്കരുത്, കണ്ട് സഹിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് എൻ്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ, സ്റ്റഡി പ്ലാൻസോ അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാനുള്ള ഒരു ഹെൽപ്പോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ബാക്കി ഞാൻ സെറ്റ് ചെയ്ത് തരാം. ബാക്കി ഞാൻ നോക്കിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തുതരാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നവരിക്കും. ബൈ ബൈ.